ഹലോ ഫ്രണ്ട്സ്, നമ്മളപ്പോൾ അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ക്രൂഗറിൽ പോകാൻ വേണ്ടിയാണ്. ക്രൂഗർ നാഷണൽ പാർക്കിലേക്കാണ് പോകുന്നത്. ആദ്യമേ നമ്മൾ പൊളക്കുവാനയ്ക്ക് പോകുന്നുണ്ട്. അവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് അച്ഛനുണ്ട്. അവിടെയാണ് നമ്മൾ സ്റ്റേ റെഡിയാക്കിയിരിക്കുന്നത്. എൻ്റെ കൂടെ നോബിളുണ്ട്, ശ്രീജിത്തുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ക്ലൈമറ്റ് ഭയങ്കര മഴ പെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. നോക്കാം മഴ ഉണ്ടാവില്ലെങ്കിൽ. ഇപ്പോൾ പ്രിട്ടോറിയ പൊളക്കുവാൻ N1 കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വഴിയിൽ സ്പീഡ് ലിമിറ്റ് ക്യാമറകളുണ്ട്. 120 km/h ആണ് ഇവിടെ മാക്സിമം സ്പീഡ് വരുന്നത്. നമ്മളിപ്പോൾ പോകുന്ന കറക്റ്റ് സ്ഥലം പൊളക്കുവാനയല്ല, മുക്കപ്പാന എന്ന് പറഞ്ഞ സ്ഥലമാണ്. മുക്കപ്പാനയിൽ നിന്ന് ഏകദേശം 60 km കൂടി മുമ്പോട്ട് പോയാലേ പൊളക്കുവാനയിലെത്തുള്ളൂ. മുക്കപ്പാനയിൽ ഇന്ന് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ഒരു അടിപൊളി സ്ഥലത്താണ്. സ്ഥലം എന്ന് പറയുമ്പോൾ റിസോർട്ടൊന്നുമല്ല. എൻ്റെ അയൽവാസിയായ ഒരു ഫാദർ സണ്ണി അച്ഛൻ ഇവിടെ ഉണ്ട്. അച്ഛൻ നമ്മുടെ അയൽവാസിയും നാട്ടുകാരനും കൂടി മാത്രമല്ല, അമ്മയുടെ ക്ലാസ്മേറ്റും കൂടിയാണ്. അങ്ങനെ ഒരു പരിചയം കൂടി ഉണ്ട്. പ്രിട്ടോറിയ പൊളക്കുവാൻ N1 റോഡ് ഗൂഗിൾ മാപ്പിൽ നോക്കിയേ, കിലോമീറ്ററുള്ള നല്ല സ്കെയിൽ വെച്ച് വരച്ച പോലെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുകയാണ്. ഒരു 10-20 km ദൂരം നമുക്ക് ദൂരെ നിന്ന് കാണാൻ കഴിയും. മൊക്കപ്പോങ്ക് എന്ന ചെറിയ ടൗണിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മൊക്കപ്പോങ്കിനും മൊക്കപ്പാനയ്ക്കും ഇടയ്ക്കാണ് നമ്മുടെ സണ്ണിയച്ഛൻ താമസിക്കുന്നത്. മീറ്റ് ഷോപ്പിന്റെ പടം കണ്ടോ?
ചെയ്തു? മഹേഷ് എവിടെ? താക്കോല് എല്ലാം തപ്പി അറിയാം. അതിന് മുമ്പ് നിങ്ങൾ വരുമ്പോ നിങ്ങൾ വിളിച്ചപ്പോ ഞാൻ താക്കോലൊപ്പായിരുന്നു. നിങ്ങൾ വന്നു. അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ കുറച്ച് ഓസ്ട്രിച്ചിനെ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കാറ് നിർത്തി ശ്രീത്ത് ഫോട്ടോസ് എടുക്കാൻ പോയിട്ടുണ്ട്. ഭക്ഷണം ഉണ്ടെന്ന് കാണിച്ചത് തിരിച്ചില്ലേ? കിട്ടിയോ? സ്ഥലമായിരിക്കുമല്ലേ ആരെങ്കിലുമൊക്കെ. ഭയങ്കര വൈഡ് ആംഗിളാണ്. ഞാൻ ഇവിടെ പിടിക്കുമ്പോഴേ ഇതിന്റെ ഗ്ലാസ് കാണും. റൂഫ് ഉണ്ടോ? പുല്ല്. അതാണോ? റോഡ് സൈഡിലല്ലേ? മഴ പെയ്യുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ അച്ഛൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അകത്തേക്ക് കയറാം നമുക്ക്. അതെല്ലാം കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. ഇതാണ് ഇവരുടെ അക്കോമഡേഷൻ. ആണോ? ഈ വീടിനകത്താ? ഓ സെറ്റാട്ടോ. അങ്ങനത്തെ വീട് പുള്ളി പറയണം പണി അവിടെ അന്ന് 3 നാളുണ്ടായിരുന്നു. പള്ളി പറയുന്നുണ്ട് അവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടുകാരനായ സണ്ണി അച്ഛൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ അതൊരു അടിപൊളി റിസോർട്ടിന് തുല്യമായിട്ടാണ് അച്ഛനതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയാണ് ഇവിടെ എല്ലാം കാണാൻ. ഒരു വലിയ സ്വിമ്മിംഗ് പൂൾ ഇവിടെ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പച്ചക്കറിത്തോട്ടത്തിലേക്കാണ്. ലോക്ക്ഡൗൺ കാലത്ത് അച്ഛൻ അവിടെ കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഓറഞ്ച്, നാർജീസ്, പീച്ച്, മാംഗോ അങ്ങനെ കുറച്ച് തോട്ടങ്ങളും കൂടി ഉണ്ട് ഇവിടെ. എല്ലാം കാണാൻ നല്ല രസമാണ്. ഇവിടുത്തെ അല്ല ആ പണിക്കാരെ ഞാൻ തൽക്കാലത്തിന് മുമ്പ് മാസത്തിന്റെ ഇത് ഞാൻ തൽക്കാലം വിട്ടു. ഇത് പീച്ച് ഫ്രൂട്ടാണ്. ആയി വരുന്നുള്ളൂ. നല്ല രസമുണ്ട് കാണാൻ. ഇത് പൂക്കുമ്പോഴത്തേനും പക്ഷികൾ വന്നിട്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പോലെ വലിയ മാവല്ല. ഇവിടെയുള്ള മാവ് എന്ന് പറഞ്ഞാൽ ചെറിയ മാവിലാണ് നിറച്ച് മാങ്ങ പിടിച്ചിരിക്കുന്നത്. ചെറുതായിട്ട് പിടിച്ചു വരുന്നേ ഉള്ളൂ.
മാവ് നിറച്ചും പൂത്തിട്ടുണ്ട്. ഇതൊരു ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴേക്കേ പാകമാവുള്ളൂ. അതുപോലെ കുറച്ച് വലിയ മാവുകൾ ഇവിടെ പൂത്ത് നിൽക്കുന്നത് കാണാം. നിറച്ചും പൂത്തിട്ടുണ്ട് മാവ്. മാവ് പൂക്കുന്ന സമയമാണ് ഈ നവംബർ ഡിസംബർ ടൈം. ഇതാണ് അച്ഛൻ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത അക്കോമഡേഷൻ. അടിപൊളിയാണ്. നാളെ നമുക്ക് ഏകദേശം 300 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാനുണ്ട് ക്രൂഗർ നാഷണൽ പാർക്കിലേക്ക്. രാവിലെ 4:30 എഴുന്നേൽക്കേണ്ടതുകൊണ്ട് നേരത്തെ കിടക്കാനുള്ള പരിപാടിയിലാണ്. ക്രൂഗറിലേക്ക് പോകുന്ന വഴി ജനീനിലെ മനോഹരമായ കാഴ്ചകൾക്കായി കാത്തിരിക്കൂ.